Hello everyone, Assalamu alaikum, good morning. Hope you are doing well, good, Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. 2 days ആയി വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഐ എം റിയലി സോറി. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീലിങ്സ്. നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വെച്ചാൽ നെഗറ്റീവ് ഇമോഷൻസ് ആൻഡ് നെഗറ്റീവ് ഫീലിംഗ്. ഇന്നൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് അത് കൊടുത്ത് നമ്മൾക്ക് ഒരു രോഗിയായി നമ്മൾ മാറുമല്ല. നമ്മളെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ഒരു കാരണവുമില്ലാതെ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നീ അങ്ങനെയാണ്, നിൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, നിൻ്റെ സൊസൈറ്റി നിന്നെക്കുറിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ സമയത്ത് നമ്മൾ ഓരോ ഡേയ്സും നമ്മളിങ്ങനെ നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുമല്ലേ, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ നെഗറ്റീവ് കാര്യം പറയുന്ന സമയത്ത് നമ്മളെ ഹെൽത്ത് നല്ല രീതിയിൽ ഡൗൺ ആവാൻ തുടങ്ങും. അതായത് അത്രയും ഡീപ്പിലായിട്ട് നമ്മൾ ഹെൽത്ത് ഡൗൺ ആകുന്ന സമയത്ത് നമ്മളെ മൈൻഡും ഇതുപോലെ പ്രവർത്തിക്കും. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കേൾക്കരുത്. കാരണം നെഗറ്റീവ് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് നമ്മൾ നല്ല രീതിയിലായിട്ടൊരു വ്യക്തിയായിട്ട് ആയിരിക്കും നമ്മൾ നിന്നിട്ടുണ്ടാവുന്നത്. അതൊക്കെ നല്ല രീതിയിൽ നിന്ന ഒരു പേഴ്സണ് ആ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് നമ്മളെ തളർത്തിയിടും. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരോട് നിങ്ങൾക്കൊരു കാര്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നെഗറ്റീവ് പറയുന്നവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഞാൻ എന്താണ്, ഞാൻ ഏതാണെന്ന്. അത് നിങ്ങളത് പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറയുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഒരു കാര്യവും സംസാരിക്കില്ല. ഇത് നിങ്ങൾ ഓരോരുത്തരോടും ഈ ഒരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ആരെ മുന്നിലാണെങ്കിലും സ്റ്റേണായി നിന്നിട്ട് സംസാരിക്കാൻ എന്തായാലും പറ്റും. നെഗറ്റീവ് പറയുന്നവരോട് പറഞ്ഞോട്ടെ, നമ്മൾ എപ്പോഴും നമ്മളായിട്ടാണ് എല്ലായിടങ്ങളിലും നമ്മൾ നിൽക്കേണ്ടത്. ഇറ്റ്സ് മീ ഗേറ്റ് ആമി ടോക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ.